പാണ്ഡവർ വേഷം മാറി ഒളിച്ചു താമസിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു ദിവസം വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ അതിഥിയായെത്തി. അദ്ദേഹം പാഞ്ചാല രാജൻ ദ്രുപദന്റെ പുത്രിയുടെ സ്വയംവരത്തെക്കുറിച്ച് പറയുന്നത് പാണ്ഡവർ കേൾക്കാനിടയായി. ഗുരുദക്ഷിണയായി ദ്രുപദനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി ദ്രോണാചാര്യരുടെ മുന്നിൽ സമർപ്പിച്ച ശേഷമുള്ള കഥകളൊന്നും പാണ്ഡവർക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പാണ്ഡവർ ആ ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ പാഞ്ചാല രാജൻ ദ്രുപദന്റെ കഥ അവരെ വിസ്തരിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. ശിഷ്യന്മാരാൽ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന ദ്രുപദന്റെ പകുതി രാജ്യം ദ്രോണർ തട്ടിയെടുത്തില്ലേ? ആ വിരോധം ദ്രുപദൻ വച്ചു പുലർത്തി. ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങാത്ത പകയുള്ള ദ്രുപദൻ തന്നെ അപമാനിച്ച് അർദ്ധരാജ്യം തട്ടിയെടുത്ത ദ്രോണരെ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കുവാനുള്ള ഉപായം ആരാഞ്ഞു. അതിന് അതിമഹത്തായ ഒരു യാഗം കഴിക്കണമെന്ന് മനസ്സിലാക്കിയ പാഞ്ചാല രാജൻ തപോബലമുള്ള ബ്രാഹ്മണന്മാരെ കണ്ടെത്തി അവരെ പുരോഹിതന്മാരാക്കിക്കൊണ്ട് അതിമഹത്തായ ഒരു യാഗം നടത്തി. യാഗകർമ്മങ്ങൾ അവസാനിക്കാറായപ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്നും ആയുധധാരിയായ ഒരു കുമാരൻ ഉയർന്നു വന്നു. അതോടൊപ്പം ഈ കുമാരൻ ദ്രോണന്റെ ഘാതകനായി തീരുമെന്ന് അശരീരിയുമുണ്ടായി. സന്തുഷ്ടനായ ദ്രുപദൻ ആ കുമാരന് ദൃഷ്ടധ്യുമ്നൻ എന്നു പേരിട്ടു. അതിസുന്ദരിയായ ഒരു പുത്രിയും യാഗാഗ്നിയിൽ നിന്നും പാഞ്ചാല രാജന് ലഭിച്ചു. നല്ല ഭംഗിയുള്ള കറുപ്പ് നിറമായതിനാൽ അവൾക്ക് അദ്ദേഹം കൃഷ്ണ എന്ന നാമകരണം ചെയ്തു. പാഞ്ചാല രാജന്റെ പുത്രിയായ ആ പാഞ്ചാലിയുടെ സ്വയംവരമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. തൻ്റെ ഘാതകനായി ഭൂമിയിൽ ജന്മമെടുത്ത ദൃഷ്ടധ്യുമ്നനെ അഭ്യാസമെല്ലാം പഠിപ്പിച്ചത് ദ്രോണാചാര്യർ തന്നെയാണ്. പാഞ്ചാല രാജന്റെ വിവരങ്ങളെല്ലാം ബ്രാഹ്മണനിൽ നിന്നും അറിഞ്ഞ പാണ്ഡവർ കൃഷ്ണയുടെ സ്വയംവരം നേരിൽ കാണാമല്ലോ എന്ന് കരുതി പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവരുടെ യാത്രോദ്ദേശം അറിഞ്ഞ വേദവ്യാസൻ അവരുടെ മുന്നിലെത്തി പാണ്ഡവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രൗപദിയെ നിങ്ങൾ പരിണയിക്കുന്നത് മംഗളകരം തന്നെ. വ്യാസമുനിയോട് യാത്ര പറഞ്ഞ് ദ്രുപദ രാജധാനി ലക്ഷ്യമാക്കി നടന്ന പാണ്ഡവർ വഴിക്ക് വെച്ച് ഗംഗാനദിയിൽ തൻ്റെ പത്നിമാരോടൊപ്പം രാസക്രീഡ ചെയ്യുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവനെ കണ്ടു. ഏതോ വഴിപോക്കരെന്ന മട്ടിൽ പാണ്ഡവരുടെ മാർഗം തടഞ്ഞ ഗന്ധർവനുമായി അർജുനൻ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടൽ ഗന്ധർവന്റെ മരണത്തിൽ കലാശിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ഗന്ധർവ പത്നിയായ കുംഭിനസി തൻ്റെ പതിയെ കൊല്ലരുതെന്ന് അർജുനനോട് അപേക്ഷിച്ചു. പത്നിയുടെ അപേക്ഷയിൽ തന്നെ വെറുതെ വിട്ട ഗന്ധർവൻ സന്തോഷസൂചകമായി അർജുനന് ചാക്ഷുഷി എന്ന വിദ്യ ഉപദേശിച്ചു കൊടുത്തു. ഈ വിദ്യ അറിയാവുന്നവരോട് മായാവിദ്യകളൊന്നും തന്നെ ഫലിക്കില്ല. തിരിച്ച് അർജുനൻ ആഗ്നേയാസ്ത്ര പ്രയോഗം ഗന്ധർവനും ഉപദേശിച്ചു കൊടുത്തു. അനന്തരം പാണ്ഡവർ നേരെ പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. ആളറിയാതെ ബ്രാഹ്മണ വേഷത്തിൽ പാഞ്ചാലപുരത്തെത്തിയ പാണ്ഡവന്മാർ അന്ന് ഒരു കുശവന്റെ ആലയിലാണ് അന്തിയുറങ്ങിയത്. സ്വയംവര ദിനം വന്നെത്തി. സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ ഒട്ടനവധി രാജാക്കന്മാരെ പാഞ്ചാല രാജൻ യഥോചിതം സ്വീകരിച്ച് സൽക്കരിച്ചു. വിഷമമേറിയ ഒരു പരീക്ഷ തന്നെയാണ് പാഞ്ചാലിയുടെ സ്വയംവരത്തിന് ദ്രുപദൻ നിശ്ചയിച്ചിരുന്നത്. അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം വളരെ ഉയരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ആ യന്ത്രത്തിനകത്ത് ഒരു കൃത്രിമ കിളിയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യന്ത്രത്തിന്റെ ചെറിയ പഴുതിൽ കൂടി ഒരേ സമയം 5 അമ്പുകൾ എയ്ത് ആ പ്രതിമ കിളിയുടെ കഴുത്തറുത്ത് വീഴ്ത്തുന്നവന് പാഞ്ചാലിയെ വിവാഹം ചെയ്തു കൊടുക്കും. സ്വയംവര മണ്ഡപത്തിനടുത്ത് സജ്ജമാക്കി വെച്ചിരുന്ന വില്ല് കുലച്ച് ഞാൻ കെട്ടിയിട്ട് വേണം കിളിയെ അമ്പെയ്യാൻ. സമയമായപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവരായും കാണികളായും ഒട്ടേറെ പേർ മണ്ഡപത്തിൽ വന്നു നിറഞ്ഞു. കൃഷ്ണനും ബലരാമനും സന്ദർശകരായി എത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പാണ്ഡവർ 5 പേരും വന്നിരിക്കുന്നു. പാഞ്ചാലി രംഗപ്രവേശനം ചെയ്തപ്പോൾ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം ദൃഷ്ടധ്യുമ്നൻ സഹോദരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കൃഷ്ണനും ബലരാമനും മാത്രമാണ് ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരിക്കുന്ന പാണ്ഡവരെ തിരിച്ചറിഞ്ഞത്. മത്സരം ആരംഭിച്ചു. മത്സര പരീക്ഷയിൽ ജയിക്കാൻ രാജാക്കന്മാർ ഓരോരുത്തരായി മുന്നോട്ട് വന്നു. അതിൽ പലർക്കും വില്ല് കുലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. വില്ല് കുലച്ചവർക്കോ ഞാൻ കെട്ടാനും കഴിഞ്ഞില്ല. ചിലർ വീണുരുണ്ട് മുറിവേറ്റ് മടങ്ങി. ദുര്യോധനൻ ഉൾപ്പെടെ പല രാജാക്കന്മാരും തോൽവി സമ്മതിച്ച് മടങ്ങിയപ്പോൾ കർണൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. യാതൊരു കൂസലും കൂടാതെ വില്ലെടുത്ത് ഞാൻ വലിച്ചു കെട്ടി കിളിയുടെ കഴുത്തിലേക്ക് അമ്പെയ്യാൻ ഉന്നം നോക്കി. കർണനെ തടഞ്ഞുകൊണ്ട് ദ്രൗപദി പറഞ്ഞു, നിൽക്കൂ, ഒരു സൂതപുത്രനായ നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിച്ചാലും നിങ്ങളെ ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നതല്ല. ദ്രൗപദിയുടെ ആക്ഷേപവാക്കുകൾ കേട്ട് ലജ്ജിച്ച കർണൻ മുറിവേറ്റ മനസ്സുമായി വില്ല് തിരികെ വെച്ച് സ്വസ്ഥാനത്തേക്ക് ചെന്നിരുന്നു. അതിനുശേഷം വില്ല് കുലയ്ക്കാനെത്തിയ ശിശുപാലനും ജരാസന്ധനും ശല്യരുമൊക്കെ തോൽവി സമ്മതിച്ചു മടങ്ങി. തൻ്റെ പുത്രിയെ പരിണയിക്കാൻ വില്ലാളികൾ ആരും കൂട്ടത്തിലില്ലെന്ന് ചിന്തിച്ച് പാഞ്ചാല രാജൻ വിഷമിച്ചിരിക്കെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പ്രച്ഛന്നവേഷധാരിയായി ഇരിക്കുന്ന അർജുനൻ സാവധാനം എഴുന്നേറ്റ് ചെന്ന് വില്ല് കുലച്ച് ഒരേ സമയം 5 അമ്പുകൾ എയ്ത് നിഷ്പ്രയാസം ആ കൃത്രിമ പക്ഷിയുടെ കഴുത്ത് മുറിച്ച് താഴെയിട്ടു. സുന്ദരനായ ആ ബ്രാഹ്മണ യുവാവിനെ കൃഷ്ണയ്ക്ക് ഇഷ്ടമായതിനാൽ
അവൾ അയാളുടെ കഴുത്തിൽ വരണമാലി അണിഞ്ഞു. ബ്രാഹ്മണ യുവാവിനോട് അസൂയ മൂത്ത രാജാക്കന്മാരെല്ലാം ഒത്തൊരുമിച്ച് യുദ്ധത്തിനൊരുങ്ങി. അത് കണ്ട പാഞ്ചാലരാജനും പുത്രൻ ദൃഷ്ടദ്യുമ്നനും ഇനി എന്തു ചെയ്യണം എന്നറിയാതെ അമ്പരന്നു. പക്ഷേ ബ്രാഹ്മണ വേഷം ധരിച്ച അർജുനനും ഭീമനും അവരെയെല്ലാം ചേർത്ത് തോൽപ്പിച്ചു. ദ്രൗപദിയെയും കൂട്ടി വളരെ വൈകി കുന്തിദേവിയുടെ അടുക്കിലെത്തിയ പാണ്ഡവർ പുറത്തുനിന്ന് "അമ്മേ, ഇതാ ഞങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ" എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഭിക്ഷ എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കുന്തി പറഞ്ഞു, "ആ ഭിക്ഷ നിങ്ങൾ 5 ആളും കൂടി അനുഭവിച്ചു കൊള്ളുക." കഴിഞ്ഞ ജന്മത്തിൽ മുനികന്യകയായിരുന്ന ദ്രൗപദി ഈ ജന്മത്തിൽ 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായി ജീവിക്കണമെന്ന് പരമശിവൻ നൽകിയ വരത്തിന്റെ കാര്യം വ്യാസമഹർഷി പാഞ്ചാലി സ്വയംവരത്തിന് പോകുന്ന തങ്ങളോട് പറഞ്ഞിരുന്നത് ഓർമ്മ വന്ന പാണ്ഡവർ അമ്മയുടെ വാക്കുകൾ പാഴാവാതിരിക്കാൻ ദ്രൗപദിയുടെ ഭർതൃപദം 5 പേരും കൂടി ഏറ്റെടുത്തു. പുത്രവധുവായ ദ്രൗപദിയെ കുന്തിക്ക് ഇഷ്ടമായി. പാണ്ഡവന്മാർ സ്വയംവര വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞിരിക്കെ അവരെ അന്വേഷിച്ച് അവിടെ എത്തിച്ചേർന്ന കൃഷ്ണ ബലരാമന്മാർ തങ്ങളുടെ അച്ഛൻ പെങ്ങളായ കുന്തിയോടും പാണ്ഡവരോടും കുറച്ചുനേരം വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് മടങ്ങിപ്പോയി. മത്സര പരീക്ഷയിൽ നിഷ്പ്രയാസം വിജയം കൈവരിച്ച് ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊണ്ടുപോയ ബ്രാഹ്മണ യുവാവ് യഥാർത്ഥത്തിൽ ആരാണെന്നറിയാൻ ദൃഷ്ടദ്യുമ്നൻ രഹസ്യ അന്വേഷണം നടത്തിയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ബന്ധുക്കളെന്ന നിലയ്ക്ക് പാഞ്ചാലരാജൻ പാണ്ഡവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. കൊട്ടാരത്തിൽ വെച്ച് അവർ ആരാണെന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തണമെന്ന് പാണ്ഡവരോട് ദ്രുപദൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച യുധിഷ്ഠിരൻ പറഞ്ഞു, "വാരണാവതത്തിലെ അരക്കില്ലത്തിൽ വെന്തു മരിച്ചെന്ന് ഹസ്തിനപുരി നിവാസികളും മറ്റുള്ളവരും കരുതിയിട്ടുള്ള പാണ്ഡവരാണ് ഞങ്ങൾ." ധർമ്മപുത്രരുടെ വാക്കുകൾ കേട്ട പാഞ്ചാലരാജനും ദൃഷ്ടദ്യുമ്നനും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. താൻ ഇച്ഛിച്ച പോലെ അർജുനനെ തന്നെ തൻ്റെ പുത്രിക്ക് വരനായി ലഭിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദ്രുപദൻ വിധിപ്രകാരം പാഞ്ചാലിയെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യം പാണ്ഡവരോട് സൂചിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, "ഞങ്ങൾ 5 പേരും കൂടി ദ്രൗപദിയെ വിവാഹം കഴിക്കാം." "എന്ത്? ഒരുത്തിക്ക് 5 ഭർത്താക്കന്മാരോ? അതൊരിക്കലും ധർമ്മമല്ല." ഒരേ സ്വരത്തിലുള്ള പാഞ്ചാലരാജന്റെയും പുത്രന്റെയും വാക്കുകൾ കേട്ട യുധിഷ്ഠിരൻ തുടർന്നു, "ധർമ്മമാർഗം പലപ്പോഴും സാധാരണക്കാർക്ക് പിടികിട്ടുന്നതല്ല." ധർമ്മപുത്രരുടെ ന്യായവാദങ്ങളൊന്നും പാഞ്ചാലരാജന് സ്വീകാര്യമായില്ല. തൻ്റെ പുത്രിയായ പാഞ്ചാലിയെ പാണ്ഡവന്മാർ 5 പേർക്കും വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ തടസ്സവാദങ്ങൾ പാഞ്ചാലരാജൻ ഉന്നയിച്ചുകൊണ്ട് നിൽക്കെ അവിടെ വ്യാസഭഗവാൻ പ്രത്യക്ഷനായി പറഞ്ഞു, "അല്ലയോ പാഞ്ചാലരാജൻ, യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ധർമ്മവിരുദ്ധമല്ല. അങ്ങ് പറഞ്ഞു വരുന്നത് ദ്രൗപദിയെ 5 പേർക്കും വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണോ?" പാഞ്ചാലരാജന്റെയും ദൃഷ്ടദ്യുമ്നന്റെയും സംശയ നിവാരണത്തിനായി വ്യാസമഹർഷി പാഞ്ചാലിയുടെയും പാണ്ഡവന്മാരുടെയും പൂർവ്വജന്മ കഥ പറഞ്ഞു തുടങ്ങി. "അങ്ങയുടെ പുത്രിയായ ദ്രൗപദി പൂർവ്വജന്മത്തിൽ മുൻകോപിയും വൃദ്ധനും കുഷ്ഠരോഗിയുമായ മൗൽഗല്യൻ എന്ന മഹർഷിയുടെ പതിവ്രതയായ പത്നിയാണ്. അന്ന് ഇവളുടെ പേര് നളായണി എന്നായിരുന്നു. ഒരു ദിവസം മൗൽഗല്യ മഹർഷി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഷ്ഠരോഗം മൂർധന്യാവസ്ഥയിലെത്തിയ മഹർഷിയുടെ ചെറുവിരൽ ചോറിൽ അറ്റുവീണു. ഭക്തിപൂർവ്വം ആ വിരൽ എടുത്തു മാറ്റിവെച്ച് ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം യാതൊരു മടിയും കൂടാതെ ഭക്ഷിച്ച പതിവ്രതയാണ് നളായണി. അവളുടെ പാതിവ്രത്യത്തിൽ സന്തുഷ്ടനായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ വരും ജന്മത്തിൽ പതിവ്രതയായ നളായണിക്ക് വീരന്മാരായ 5 ഭർത്താക്കന്മാരുണ്ടാകുമെന്ന വരം കൊടുത്തു. ശ്രീ പരമേശ്വരൻ നൽകിയ വരം ഒരിക്കലും ധർമ്മവിരുദ്ധമാവില്ലല്ലോ. പഞ്ചപാണ്ഡവന്മാരെ വിവാഹം ചെയ്യുക വഴി അവൾ ആ വരം പ്രാപിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന പാണ്ഡവന്മാർ ശ്രീ പരമേശ്വരൻ്റെ അപ്രിയം കൊണ്ട് മനുഷ്യജന്മമെടുത്ത 5 ദേവന്മാരാണ്." വ്യാസമുനിയിൽ നിന്നും പാഞ്ചാലിയുടെയും പാണ്ഡവരുടെയും പൂർവ്വജന്മ കഥകൾ കേട്ട ദ്രുപദനും പുത്രനായ ദൃഷ്ടദ്യുമ്നനും സംശയമെല്ലാം തീർന്നു. പാണ്ഡവ പുരോഹിതനായ ധൗമ്യനെ വരുത്തി മുഹൂർത്തം കുറിച്ച് ആഡംബരപൂർവ്വം ദ്രൗപദിയെ പാണ്ഡവന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ധാരാളം സമ്പത്തും പാഞ്ചാലരാജൻ സ്ത്രീധനമായി പാണ്ഡവർക്ക് നൽകി. വാരണാവതത്തിലെ അരക്കില്ലത്തിൽ അഗ്നിക്രിയയെന്നു കരുതിയ കുന്തിയും പാണ്ഡവരും ജീവനോടെ ഇരിക്കുന്നു. അർജുനനാണ് മത്സര പരീക്ഷയിൽ വിജയം വരിച്ച് പാഞ്ചാലിയെ വിവാഹം ചെയ്തത്. ഹസ്തിനപുരിയിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു. നാട്ടുകാരെല്ലാവരും സന്തോഷിച്ചു. പക്ഷേ പാണ്ഡവരെ കൊല്ലാൻ ശ്രമിച്ച ദുര്യോധനാദികളുടെ സമാധാനം കിട്ടു. ജനങ്ങളുടെ രോക്ഷം കൗരവർക്കെതിരെ ആളിക്കത്തി. പകുതി രാജ്യമെങ്കിലും കൊടുത്ത് പാണ്ഡവരുമായി ഒത്തുതീർപ്പിലെത്തുകയെന്ന നിർദ്ദേശം ദുര്യോധനൻ തള്ളിക്കളഞ്ഞു. പാണ്ഡവരെ മാത്രമല്ല, പാഞ്ചാലരാജൻ ദ്രുപദനെയും നശിപ്പിക്കണം. ശകുനിയുടെയും കർണന്റെയും അഭിപ്രായം കേട്ട ദുര്യോധനൻ പാണ്ഡവരെയും പാഞ്ചാലരാജനെയും നശിപ്പിക്കാൻ വേണ്ട പടയൊരുക്കം നടത്താൻ കൽപ്പന പുറപ്പെടുവിച്ചു. പാഞ്ചാല രാജ്യത്തെത്തിയ കൗരവ സൈന്യത്തെ ദ്രുപദന്റെ സൈന്യം നേരിട്ടു. ഭീമാർജുനന്മാരുടെ സാന്നിധ്യം പാഞ്ചാല സൈന്യത്തിന് ധൈര്യം പകർന്നു. ഘോരയുദ്ധം നടന്നുവെങ്കിലും പാണ്ഡവന്മാരെയോ ദ്രുപദനെയോ വധിക്കണമെന്ന കൗരവ സൈന്യത്തിന്റെ ആഗ്രഹം നടന്നില്ല. തോൽവി പണഞ്ഞ കൗരവസേന പിന്തിരിഞ്ഞോടി. ദുര്യോധനാദികൾ നാണം കെട്ട് ഹസ്തിനപുരത്തേക്ക് മടങ്ങി.
പാണ്ഡവരെ നശിപ്പിക്കാനുള്ള കുറുക്കുവഴിയൊന്നും തന്റെ ബുദ്ധിയിൽ തെളിയാത്ത ധൃതരാഷ്ട്രർ ഭീഷ്മ ദ്രോണാദികൾ ഉൾപ്പെടെ കൗരവസഭ വിളിച്ചുകൂട്ടി ഏവരോടും അഭിപ്രായമാരാഞ്ഞു. ധർമ്മപുത്രർ മൂത്തവനാകയാൽ മുഴുവൻ രാജ്യാവകാശമില്ലെങ്കിലും പകുതിയെങ്കിലും കൊടുത്ത് പാണ്ഡവരുമായി രമ്യതയിലെത്തുകയാണ് ധർമ്മം. ഭീഷ്മരുടെ ഈ വാക്കുകൾ ദ്രോണനും ശരിവെച്ചു. കഷ്ടം, ബന്ധുക്കളായി നടിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ശത്രുക്കളെ സഹായിക്കുന്നവരാണ്. കോപാകുലനായ കർണന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ വിതുരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു തുടങ്ങി. ഭീഷ്മ പിതാമഹനും ദ്രോണനും പറഞ്ഞത് അങ്ങ് മാനിക്കണം. പാണ്ഡവരോട് സ്നേഹമായിരിക്കുകയാണ് നല്ലത്. കാരണം അവർക്കിപ്പോൾ ബന്ധുബലമുണ്ട്. കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായവും അവർക്കുണ്ട്. ഭീഷ്മരുടെയും ദ്രോണന്റെയും വിതുരരുടെയും വാക്കുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ധൈര്യമില്ലാത്ത ധൃതരാഷ്ട്രർ പാഞ്ചാല രാജ്യത്തു നിന്ന് പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരാൻ സമ്മാനങ്ങളുമായി വിതുരരെ പറഞ്ഞയച്ചു. ധൃതരാഷ്ട്രരുടെ ക്ഷണം മുഖവിലക്കെടുത്ത് ധാരാളം സ്ത്രീധനം കൊടുത്ത് പാഞ്ചാലിയെ ദ്രുപദൻ പാണ്ഡവരോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് അയച്ചു. പാണ്ഡവന്മാർ ഹസ്തിനപുരിയിൽ തിരിച്ചെത്തിയ നാൾ മുതൽ ദുര്യോധനന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പാണ്ഡവരും കൗരവരും ഒരുമിച്ച് ഒരേ ദിക്കിൽ കഴിയുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് അയാൾ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. പുത്രന്റെ വാക്കുകൾ കേട്ട ധൃതരാഷ്ട്രർ യമുനാ നദീതീരത്തെ ഗാണ്ഡവപ്രസ്ഥമെന്ന വനപ്രദേശവും അതിനോട് ചേർന്ന് കിടക്കുന്ന കാട്ടുപ്രദേശങ്ങളും പാണ്ഡവർക്ക് നൽകി അവരെ അങ്ങോട്ടേക്ക് മാറ്റി. വിവരമറിഞ്ഞ കൃഷ്ണൻ പാണ്ഡവരുടെ സഹായത്തിനെത്തി. ഗാണ്ഡവപ്രസ്ഥമെന്ന വനപ്രദേശം ചുരുങ്ങിയ നാൾക്കകം മനോഹരമായ ഒരു നഗരമായി മാറി. രാജധാനിയും രാജവീഥികളും അങ്ങാടികളും കോട്ടകൊത്തളങ്ങളും എല്ലാം കൊണ്ടും ആ നഗരി ഹസ്തിനപുരിയേക്കാൾ സുന്ദരമായി. ഇന്ദ്രപ്രസ്ഥമെന്ന് അതിന് പേരിട്ടു. ആ നഗരിയിലേക്ക് യുധിഷ്ഠിരന്റെ ഭരണം കാക്ഷിക്കുന്ന ഒട്ടേറെ ജനങ്ങൾ താമസത്തിനായി പ്രവഹിച്ചു തുടങ്ങി. ധർമ്മപുത്രരാജൻ ജനപ്രീതി പിടിച്ചുപറ്റി. എല്ലാം ശുഭമായെന്ന് കണ്ട ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു. ഇന്ദ്രപ്രസ്ഥം സന്ദർശിച്ച് സാക്ഷാൽ നാരദ മഹർഷി പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണുമൂലം കലഹിച്ച സന്തോപസുന്ദരന്മാരെ പോലെ ആവരുത് നിങ്ങൾ. ദ്രൗപദിയെ മൂത്ത ആളിൽ തുടങ്ങി ഓരോ സഹോദരന്മാരും ഓരോ വർഷം ഭാര്യയായി സ്വീകരിക്കുക. നാരദമുനിയുടെ ഉപദേശം സ്വീകരിച്ച പാണ്ഡവന്മാർ മൂപ്പുമുറയനുസരിച്ച് ഓരോ വർഷവും ദ്രൗപദിയെ ഭാര്യയാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദ്രൗപദി ഒരാളോടൊപ്പം കഴിയുമ്പോൾ അവരുടെ മുറിയിൽ മറ്റൊരാൾ കയറാനിടയായാൽ അയാൾ ഒരു വർഷം തീർത്ഥാടനം ചെയ്യണമെന്ന നിബന്ധനയും സഹോദരന്മാർ 5 പേരും സ്വീകരിച്ചു. പാണ്ഡവരെയും ദ്രൗപദിയെയും അനുഗ്രഹിച്ച നാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും യാത്രയായി. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ.